ജനങ്ങൾക്ക് മേൽ അധികഭാരം ചുമത്തി സംസ്ഥാന ബജറ്റ്. ഭൂനികുതി കുത്തനെ കൂട്ടിയും കോടതി വ്യവഹാരത്തിന്റെ നിരക്കുകൾ വർദ്ധിപ്പിച്ചുമാണ് ധനമന്ത്രി അധിക വിഭവ സമാഹരണത്തിന്റെ വഴി കണ്ടെത്തിയത്. 50% ഭൂനികുതി കൂട്ടിയത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിലും വർധനവ് വരുത്തി. തെരഞ്ഞെടുപ്പ് കാലമായിട്ടും അധിക വിഭവ സമാഹരണത്തിന് ഭൂനികുതി കൂട്ടുക എന്ന വഴിയാണ് ധനമന്ത്രി കണ്ടെത്തിയത്. അടിസ്ഥാന ഭൂനികുതി സ്ലാബുകളിലെ നിരക്കുകളിൽ 50% വർധനവ് വരുത്തി. ഇതിലൂടെ 100 കോടി രൂപ അധിക വരുമാനമാണ് ലക്ഷ്യം. ഇപ്പോൾ ഈടാക്കുന്ന അടിസ്ഥാന ഭൂനികുതി തികച്ചും നാമമാത്രമാണ്. ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി നിലവിലുള്ള നികുതി സ്ലാബുകളുടെ നിരക്കുകൾ 50% വർദ്ധിപ്പിക്കുന്നതാണ്. ഇതിലൂടെ ഏകദേശം 100 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. കോടതി വ്യവഹാരത്തിന്റെ ഫീസ് വർദ്ധിപ്പിച്ച് 150 കോടി രൂപയുടെ അധിക വരുമാനമാണ് ലക്ഷ്യമിടുന്നത്. കോടതി ഫീസുകൾ പരിഷ്കരിച്ചിട്ട് 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഈ കാലയളവിലെ പണപ്പെരുപ്പം കണക്കിലെടുത്തുകൊണ്ട് ഫീസുകളിൽ കാലോചിതമായ പരിഷ്കരണം വരുത്തേണ്ടതും അനിവാര്യമാണ്. 1959 കേരള കോടതി ഫീസും വ്യവഹാര സലയും ആക്ടിൽ ഭേദഗതികൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. സഹകരണ ബാങ്കുകളിലെ ഗഹാനുകൾക്ക് ഫീസ് കുത്തനെ ഉയർത്തി. 15 കോടിയാണ് ഇതിലൂടെ അധിക വരുമാനം. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോൺട്രാക്ട് വാഹനങ്ങളുടെ നികുതി ഘടന ഏകീകരിച്ചു. ഇതിലൂടെയും 15 കോടി സമാഹരിക്കും. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി 50% കൂട്ടി. 55 കോടി ഇതിലൂടെ പ്രതീക്ഷിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടിയതോടെ അതും സർക്കാർ വരുമാനമാർഗമാക്കി മാറ്റി. 5% ഉണ്ടായിരുന്ന നികുതി 10% വരെ ഉയർത്തി. ഇതുവഴി 30 കോടി രൂപയുടെ അധിക വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാർ വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 8%, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതിയും, ബാറ്ററി വാടകയ്ക്ക് ലഭ്യമാക്കുന്ന ബാറ്ററി റെന്റിംഗ് ഫെസിലിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹന വിലയുടെ 10% നികുതി ഈടാക്കുന്നതാണ്. കുടിശ്ശികയുള്ള പാട്ടത്തുക ഈടാക്കുന്നതിന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയും പ്രഖ്യാപിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.